ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 7ാം ക്ലാസ്സിലെ ഹിന്ദി അതിലെ 4ാമത്തെ യൂണിറ്റ് ആണ്. തും ജിയോ ഹസാറോ സാൽ, സാൽ കി ദിൻ ഹോ 50,000. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഇതൊരു കഹാനിയാണ്. നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, അതുപോലെ തന്നെ ഇതിലെ ആക്ടിവിറ്റീസ്, ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് ആണ്. നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതുപോലെയാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. क्वेश्चन नंबर 1, मदर तेरेसा, अमीर खुसरो या गांधी जी ये लोग आज जिंदा नहीं है, पर इन्हें सब आज भी याद रखते हैं. क्यों? മദർ തെരേസ, അമീർ ഖുസ്രു, ഗാന്ധിജി ഇവരൊന്നും ഇന്ന് ജീവനോടെ ഇല്ല, പക്ഷെ ഇന്നും ഇവരെ എല്ലാവരും ഓർമ്മിക്കുന്നു. എന്തുകൊണ്ട്? ആൻസർ, മദർ തെരേസ, അമീർ ഖുസ്രു, ഗാന്ധിജി ये लोग दूसरों के लिए जीने वाली इंसान थी. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തികളാണ്. മദർ തെരേസ തു ദീൻ ദുഃഖിയോ കി സേവ കർത്തി തി, അതായത് അസുഖമായി കിടക്കുന്നവർക്ക് സേവനം ചെയ്ത ആളാണ്. ഗാന്ധിജി തു ഭാരത് കി ആസാദി കെ ലിയെ അപ്ന പ്രാൺ ത്യാഗ് ഭി കർ ദിയ, ഗാന്ധിജിയോ സ്വന്തം ജീവൻ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ആളാണ് അല്ലേ. അമീർ ഖുസ്രു ഏക് മഷൂർ ഗായക് ഭി തെ, അമീർ ഖുസ്രു ഒരു ഗായകനാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സമൂഹത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്തവരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. नाना कोई और शेर की बात बताओ ना, यहाँ निम्मी का कौन सा मनोभाव प्रकट होता है? आंसर, निम्मी को कवि मिर्जा गालिब के बारे में जानने की जिज्ञासा है. അപ്പോൾ വേറെ ആരെങ്കിലും കുറിച്ച് പറയൂ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് നിമ്മിയുടെ ഏത് മനോഭാവമാണെന്ന് ചോദിച്ചാൽ നിമ്മിക്കു കവി മിർജാ ഗാലിബിനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു ജിജ്ഞാസയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ രണ്ടിൻ്റെ ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് കഹാനി കെ ആധാർ പർ താലിക മേ സഹി യാ ഗലത് ലിഖേ ആണ്. അപ്പം നമുക്കിതിൽ ശരിയേതാ തെറ്റേതാന്ന് ഉള്ളത് മാത്രം മാർക്ക് ചെയ്താൽ മതി. ബർത്ത്ഡേ കാർഡ് ബഹുത് സുന്ദർത്ത, അത് ശരിയാണ്. ബർത്ത്ഡേ കാർഡ് ഭയങ്കര ഭംഗിയുള്ളതാണെന്നുള്ള ഓപ്ഷൻ ഇസ് റൈറ്റ്. അടുത്തത് നാനാനെ നിമ്മിക്കോ ഡാണ്ട, അത് തെറ്റാണ്, ഗലത്. ബർത്ത്ഡേ കാർഡ് പർ ഷേർ ലിഖാത്ത, ഗലത്താണ്, തെറ്റ്. നിമ്മിനെ നാനാക്കോ കാർഡ് ദിക്കായ, സഹി, ശരി. വിനോദ് അങ്കിൾ ने निम्मी को गिलोने दिए, ഗലത്താണ്, തെറ്റ്. മഹാത്മാവും की याद हमेशा रखी जाती है, സഹി, ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സഹി മിലാൻ കർക്കെ വാക്യ ബനായ ആണ്. നമുക്കത് മാച്ച് ദി ഫോളോയിങ് ആണ്. ഇവിടെ ഞാൻ മാച്ച് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, എങ്കിലും വായിക്കാം. मिर्जा गालिब इधान उर्दू का शायर थे. दुनिया हमें हमेशा याद रखे, शेर में दो लाइन्स होती है. हजारों साल कौन जीता है. ओके, അടുത്തത് बर्थडे कार्ड की विशेषताएं पर निम्मी और सहेली रीना के बीच बातें होती हैं, वह बातचीत तैयार करें. ബർത്ത്ഡേ കാർഡിനെ കുറിച്ചിട്ട് നിമ്മിയും അവളുടെ ഫ്രണ്ട് റീനയും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. അത് നിങ്ങൾ എഴുതണം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നിമ്മി റീനയും തമ്മിൽ കോൺവെർസേഷൻ തരാം. നിമ്മി, ഹായ് റീന. റീന, ഹായ്, കൽ തുമാരെ ബർത്ത്ഡേ ഹേനാ, ഇന്നലെ നിന്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ. നിമ്മി, ഹാ, പർ തും ക്യോ നഹി ആയ, പക്ഷെ നീ എന്തുകൊണ്ട് വന്നില്ല. റീന, മേരാ തബിയത്ത് ടീക് നഹി താ, എൻ്റെ ആരോഗ്യം ശരിയല്ലായിരുന്നു. നിമ്മി, കൽ വിനോദ് അങ്കിൾ മുझे एक തോഫ ദിയാ താ, കഴിഞ്ഞ ദിവസം ഈ തോഫ എന്ന് പറയണേൽ ഇത് വേണ്ട കേട്ടോ. ഇന്നലെ വിനോദ് അങ്കിൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. നിമ്മി, एक ബർത്ത്ഡേ കാർഡ് ഉസ്മേ കാർട്ടൂൺ ഹേ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. റീന ഇടയിൽ അവിടുത്തെ ഒരു ലൈൻ വിട്ടുപോയതാണ്. ഇവിടെ റീന എന്ന് കൊടുക്കുക. ഇവിടെ ക്യാ തോഫ എന്നുണ്ട് കേട്ടോ. ക്യാ തോഫ അത് ചേർത്ത് കേട്ടോ. നിങ്ങൾ എന്ത് ഗിഫ്റ്റ് ആണെന്നാണ് ചോദ്യം. ഒന്നുകൂടി പറയാം. ഇവിടെ നിമ്മി കാൽ വിനോദ് അങ്കിൾ മുझे एक തോഫ ദിയാത്ത, അത് കഴിഞ്ഞ് ഇവിടെ റീന എന്നുണ്ട്. റീന എന്ന് കൊടുക്കുക, ക്യാ തോഫ എന്ന് എഴുതുക കേട്ടോ. അപ്പം നിമ്മി പറയണ एक ബർത്ത്ഡേ കാർഡ്, ഒരു ബർത്ത്ഡേ കാർഡാണ്. ഉസ്മേ കാർട്ടൂൺ ഹേ, അതിൽ കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഉസ്മേ തും ജിയോ ഹസാറോ സാൽ, സാൽ കെ ദിൻ ഹോ 50,000, നീ
കുറേ വർഷം നന്നായി ജീവിക്കുക എന്നുള്ള ഒരു എഴുത്തുണ്ടായിരുന്നു, അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ റീന കേസി സുന്ദർ കവിത. ഓക്കെ, ഓ എത്ര മനോഹരമായ കവിത, അങ്ങനെ ഒരു ലൈൻസ് ആണല്ലോ. നിമി മേനെ ഈസ് കാർഡ് നാനാക്കോ ബി ദിക്കായ, ഞാൻ ആ കാർഡ് നാനയ്ക്കും കാണിച്ചു കൊടുത്തു. വേ ഈസ് കവിത കെ ബാരേമേ മുझे समझाया, മുത്തശ്ശൻ എന്ത് പറഞ്ഞു കൊടുത്തു അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. റീന ടീക്ക് ഹേ മുझे भी उस कार्ड दिखाओ, എനിക്കും ആ കാർഡ് കാണിച്ചു തരൂ. അപ്പൊ നിമി പറയും യഹി ഹേ മേരാ കാർഡ്, ഇതാ എൻ്റെ കാർഡ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇല്ലേ നിങ്ങൾ ഇവിടെ ഒരു ലൈൻ ഞാൻ എഴുതാൻ വിട്ടത് നിങ്ങൾ എഴുതണം കേട്ടോ. ഇതാണത്, കണ്ടല്ലോ ഇവിടെ റീന എന്ന് എഴുതിയിട്ടുണ്ട്. ക്യാ തോഫ എന്നുള്ളതാണ് ആ ലൈൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.